1940-കളിൽ ഒരു ചെറുപ്പക്കാരൻ, അന്ന് കൊല്ലം ജില്ലയിലായിരുന്നു ആ സ്ഥലം, ഇന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. അദ്ദേഹം പഠിത്തം കഴിഞ്ഞ് ഒരു സ്കൂളിൽ അധ്യാപകനായി ജോലിക്ക് അദ്ദേഹം പ്രവേശിച്ചു. ദൈവകൃപയാൽ ആ സമയത്ത് അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. അന്ന് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പം വലിയൊരു ദാഹം, ഒരു താല്പര്യം, ഈ കർത്താവിനെ എനിക്ക് സേവിക്കണം. താൻ കർത്താവിൻ്റെ വേലയ്ക്കായി പൂർണ്ണമായി തന്നെ സമർപ്പിച്ചു. അങ്ങനെ അന്ന് താൻ രക്ഷിക്കപ്പെട്ട ആ സഭയിൽ ചെന്ന് പൂർണ്ണമായി കർത്താവിൻ്റെ വേലയ്ക്കായി തന്നെ സമർപ്പിച്ച് തന്നെ അവിടെ ഏൽപ്പിച്ചു. അന്നത്തെ ഒരു രീതി, കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഒരാൾക്ക് ഇറങ്ങണമെങ്കിൽ തനിക്കുള്ളതെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവയ്ക്കണം. അദ്ദേഹം അതങ്ങനെ ചെയ്ത് അദ്ദേഹം കർത്താവിൻ്റെ വേലയ്ക്ക് പൂർണ്ണമായി പോയി. നീണ്ട വർഷങ്ങൾ അദ്ദേഹം ആ സഭയിൽ വളരെ ശക്തമായി കർത്താവിനെ സേവിച്ചു. പക്ഷേ ഒരു കാലം എത്തിയപ്പോൾ 54-ലാണെന്ന് തോന്നുന്നു, അവിടെ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, അത് വ്യക്തിപരവും അല്ല. അതിന് കാരണങ്ങൾ പലതാണ്, പരസ്യമായിട്ട് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി ഇറങ്ങി. ദൈവം ഇതുവരെയും കൊണ്ടുവന്നു, പക്ഷേ ഇനി ഒരടി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥ. അവിടെ നിൽക്കാൻ കഴിയത്തില്ല. അവിടെ നിന്ന് നിൽക്കണമെങ്കിൽ ഒത്തിരി കോംപ്രമൈസ് ചെയ്യണം, അത് പറ്റത്തില്ല. ദൈവവചനം അത് അനുവദിക്കുന്നില്ല, തൻ്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല. താനൊരു രാത്രി തീരുമാനമെടുത്തു, ഞാനിവിടെ നിന്ന് ഇറങ്ങാം. പക്ഷേ ഇറങ്ങി എങ്ങോട്ട് പോകും? വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ അവിടെ ആരുമില്ല, കല്യാണം കഴിച്ചിട്ടില്ല. ഈ പറഞ്ഞ പോലെ തിരിച്ചു ചെല്ലാനൊരു വീടില്ല, അതാണ് സത്യം. ഞാനൊരു രാത്രി ഒരു രാജിക്കത്തെഴുതി ആ സഭയുടെ നേതാവിന് കൊടുത്തിട്ട് താൻ ഇറങ്ങി ഒരു വാടക വീട്ടിൽ വന്ന് കിടന്നു. അന്ന് രാത്രി തനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. അന്ന് രാത്രി തൻ്റെ ഉള്ളിലേക്ക് വന്ന ചിന്തകളെല്ലാം അപ്പോഴപ്പോഴൊരു ഡയറിയിലേക്ക് കുറിക്കുന്നുണ്ടായിരുന്നു. ഒടുവിലത് ലോകമെമ്പാടുമുള്ള മലയാളികൾ, പ്രത്യേകിച്ച് ക്രൈസ്തവർ പാടി വളരെ ആശ്വാസം പ്രാപിക്കുന്ന ഒരു ഗാനമായിട്ടത് മാറി. ആ പാട്ട് ഇന്ന് തീർച്ചയായിട്ടും നമ്മളോടും സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിലും ശക്തരായവർ, എന്നിലും ഭക്തരായവർ വീണ് തകർന്ന ഒരു പോർക്കളത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ചുറ്റും നോക്കുമ്പോൾ അങ്ങനെ വീണ് പോയവരുടെ കസ്തുകൂടൊക്കെ ഞാൻ കാണുന്നു. പക്ഷേ അതിൽ ചവിട്ടിക്കൊണ്ടാണ് ഞാൻ മുന്നോട്ട് ഓടുന്നത്. പോർക്കള മുമ്പിൽ ഇനി പിന്മാറുകയോ ഇല്ല, പടിവാതിലെത്തി ഇനി തളരുകയോ ഇല്ല. ഒന്ന് മാത്രം ഞാൻ ചെയ്യുന്നു, മുന്നിലേക്ക് മാത്രം ഞാൻ ഓടുന്നു. എനിക്കായിട്ടൊരു വിരുതുണ്ട്, ആ വിരുത് ലക്ഷ്യമാക്കിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. ആഴിയൊന്നും ഓർത്തില്ല, ആഴം എത്രയുണ്ടെന്നും ഞാൻ ആരാഞ്ഞില്ല. ഞാൻ ഇറങ്ങി, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയാൽ ഞാൻ ഇറങ്ങിയത്. അതുകൊണ്ട് എൻ്റെ കാൽകൾ ഇതിൽ താണു പോകാതെ അങ്ങനെ കൈനീട്ടി എന്നെ താങ്ങിക്കൊള്ളണമേ എന്ന് പറഞ്ഞ്, അതാണ് ആദ്യം എഴുതിയ വരി. ആഴിയെന്നോർത്തില്ല, ആഴം ആരാഞ്ഞില്ല, അലകൾക്കും ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ, നിൻവിളി കേട്ടു വരുവാൻ. യാഹേ നീ എൻ ദൈവം എന്നുള്ള ആ കോറസ് പിന്നീട് എഴുതി ചേർത്തതാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ പിതാവ് തന്നെ എഴുതിയൊരു പാട്ടാണ്. ഇപ്പം പാടുന്ന ഈ ട്യൂണാണ് എൻ്റെ ശരിയായ ട്യൂൺ. നിങ്ങൾ തെറ്റായ ട്യൂണുകൾ പഠിച്ച് ശീലിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളാരും അതിന് ഉത്തരവാദികളല്ല, അത് നിങ്ങളുടെ കുഴപ്പമാണ്. അതിൻ്റെ ശരിയായിട്ട് എൻ്റെ പിതാവ് പാടി ഞാൻ കേട്ടിട്ടുള്ളത് ഈ ട്യൂണാണ്. അവിടെ ആ ട്യൂണിൽ തന്നെ പാടാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആ പാട്ട് നമുക്ക് ചേർന്ന് പാടാം. ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ, സ്തുത്യർഹമേ തവ നാമം. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സ്തുത്യർഹമേ തവ നാമം. ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കും ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കും ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ,
സ്തുത്യർഹമേ തവ നാമം. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം. അലറുന്നിയാഴി അലയതിഘോരം തോന്നുന്നു ഭീതിയൻ വിളിഭാരം. അലറുന്നിയാഴി അലയതിഘോരം തോന്നുന്നു ഭീതിയൻ വിളിഭാരം. പാദങ്ങളാഴത്തിൽ താഴുന്നു പ്രിയനേ, എന്തു തൃക്കരമതിനാ. പാദങ്ങളാഴത്തിൽ താഴുന്നു പ്രിയനേ, എന്തു തൃക്കരമതിനാ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ. കാണുന്നു ഞാൻ അസ്ഥികൂടങ്ങൾ ഭീകരം, വീരഭൂമാങ്കളിൽ വീണവരിൽ. കാണുന്നു ഞാൻ അസ്ഥികൂടങ്ങൾ ഭീകരം, വീരഭൂമാങ്കളിൽ വീണവരിൽ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം. ശക്തികളാകിലവും ഭക്തന് വിപരീതം നീ അറിയുന്നേ. ശക്തികളാകിലവും ഭക്തനും വിപരീതം നീ
വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം. അടുത്ത അവസാനത്തെ ചരണം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു സമർപ്പണമായി, ഒരു അർപ്പണമായി നമുക്കൊന്ന് ചെയ്യാമോ? അർപ്പണം ചെയ്യുന്ന ആത്മനിയോഗാൽ അല്പം എനിക്കുള്ളതൊക്കെയും, എനിക്കുള്ളതെല്ലാം ഞാനിതാ സമർപ്പണം ചെയ്യുന്നു. അങ്ങേയ്ക്കായി എൻ്റെ ശരീരാത്മദേഹിയെ പൂർണ്ണമായി ഞാൻ വിട്ടുതരുന്നു. എനിക്കുള്ളതും ഞാനായിരിക്കുന്നതെല്ലാം അങ്ങേയ്ക്കായി ഞാൻ തരുന്നു. എന്തിനാണ്? ഉന്നതനെ തവ സേവയിൻ ജീവിതം, അങ്ങേ സേവിച്ചുകൊണ്ടുള്ളൊരു ജീവിതം, അതുമാത്രം എനിക്ക് ഉലകിൽ മതി എന്ന് പറഞ്ഞ് നമുക്കൊരു സമർപ്പണം നമുക്കിത് ചെയ്യാമോ? എല്ലാവരും, all of you, from the depth of your heart, Lord, say this prayer. Father, I want to serve you with all of my being. എന്നെ മുറ്റുമായി അങ്ങയുടെ വിലയ്ക്കായി ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ സാക്ഷിയായി ജീവിക്കുവാൻ ഞാൻ എന്നെ തന്നെ തരുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും ചേർന്ന് നമ്മുടെ കരങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ആ ചരണം, അവസാനത്തെ ചരണം ഒരു പ്രാർത്ഥനയായി, ഒരു സമർപ്പണമായി നമുക്ക് ദൈവത്തോട് പറയാമോ? അർപ്പണം ചെയ്യും ആത്മനിയോഗം അല്പമെനിക്കുള്ളതെല്ലാം. കരങ്ങളെ ഉയർത്തി അർപ്പണം ചെയ്യും ആത്മനിയോഗം അല്പമെനിക്കുള്ളതെല്ലാം. ഉന്നതനേ തവ സേവയിൽ ജീവിതം ഒന്നു മതി എനിക്കുലകിൽ. എല്ലാവരും ചേർന്ന് ഉന്നതനേ തവ സേവയിൽ ജീവിതം ഒന്നു മതി എനിക്കുലകിൽ. യാഹവേ, നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം. യാഹവേ, നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.